ഹായ് എവരിവൺ, ദിസ് ഈസ് മീ കസാക് ബെഞ്ചാലി. പലരും പറയുന്ന വലിയൊരു പ്രശ്നമാണ് അമിത ചിന്ത, ഓവർ തിങ്കിങ്. മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. പല കാര്യങ്ങളും മനസ്സിനകത്തേക്ക് വരുന്നു. എവിടെയെങ്കിലേക്ക് ഒന്ന് ഫോക്കസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ കഴിഞ്ഞ കാലങ്ങളിൽ ഇങ്ങനെ പുറകെ ഹോണ്ട് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇതിൽ നിന്ന് പുറത്തു കിടക്കാൻ പറ്റുന്നില്ല. ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെയല്ല. ഇന്നലെ കഴിഞ്ഞ അനുഭവങ്ങൾക്കോ, ഇന്നലെ സംഭവിച്ചതിനോ, ഇന്നലെ നടന്നു പോയതിനോ, ഇന്നലെ കണ്ട ആളുകൾക്കോ നമ്മുടെ ജീവിതത്തിൽ, പുതിയ ജീവിതത്തിൽ ആ അനുഭവങ്ങൾക്കും സങ്കടങ്ങൾക്കും വേദനകൾക്കും നിരാശകൾക്കും ഒന്നും ചെയ്യാനില്ല. അത് നിങ്ങളെ എവിടെ കൊണ്ട് എത്തിക്കുകയുമില്ല. പരാജയത്തിലേക്ക് തന്നെയാണ് എത്തിക്കുക. ആദ്യം തന്നെ മൈൻഡ് ഒന്ന് സെറ്റാക്കുക. നമ്പർ 1, എൻ്റെ ജീവിതം, ഞാൻ ഇനി ജീവിക്കാൻ പോകുന്നത് ഇന്നലെയിലല്ല, നാളെ എന്താണ് എന്നതിനെ കുറിച്ചാണ് എന്ന് ആദ്യം ഉറപ്പുവരുത്തുക. നമ്പർ 1. രണ്ടാമത്തത്, വെറുതെ ഇരിക്കുകയല്ല വേണ്ടത്. സങ്കടമുണ്ടായി, അമിത ചിന്തയുണ്ട്, ഭയങ്കര പ്രശ്നമുണ്ട്, ഞാൻ പ്രയാസം നേരിട്ടുകൊണ്ടിരിക്കുന്നു, സങ്കടം നേരിട്ടുകൊണ്ടിരിക്കുന്നു, അതിനെക്കുറിച്ച് തന്നെ ചിന്ത വരുന്നു എന്ന് പറഞ്ഞു തീർത്തതുകൊണ്ട് കാര്യമൊന്നുമില്ല. അതിന് നിങ്ങൾ ഇനീഷ്യേറ്റീവ് എടുക്കണം. യു ഹാവ് ടു റെഡി. വേറെ ആരും വരില്ല നിങ്ങളുടെ അമിത ചിന്ത മാറ്റാൻ. നിങ്ങൾ തന്നെ റെഡി ആവുക. ഡിസൈഡ്. നമ്പർ 2, ഡിസൈഡ് ടു ചേഞ്ച്. ജീവിതത്തിൽ മാറ്റം വേണം. അമിത ചിന്ത ഇല്ലാത്തവരൊന്നും അല്ല ജീവിതത്തിൽ വിജയിച്ച ആളുകൾ. പലപ്പോഴും പല പ്രതിസന്ധികൾ വന്നിട്ടുണ്ട്. ഈവൻ എൻ്റെ ലൈഫിലടക്കം അമിതമായ ചിന്തകൾ കാരണം പലയിടത്തും സ്റ്റക്കായി പോയിട്ടുണ്ട്. പക്ഷെ എൻ്റെ ജീവിതത്തിൽ മാറ്റം വേണമെന്ന് തീരുമാനിക്കേണ്ടത് എൻ്റെ അച്ഛനോ അമ്മയോ അല്ല, എൻ്റെ സഹോദരന്മാരല്ല, എൻ്റെ കൂട്ടുകാരല്ല, ഞാൻ തന്നെയാണ്. ഇനി അവിടെ കിടന്നാൽ ശരിയാവില്ല. ആ കുഴിയിൽ കിടക്കാൻ താല്പര്യമില്ല, എനിക്കിനി മതി എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. മൂന്നാമത്തത്, അമിതമായ ചിന്തയാണ് പ്രശ്നമെങ്കിൽ ചിന്തയെ ഒരു ഡയറക്ഷനിലേക്ക് ഫോക്കസ് ചെയ്യണം. ചിന്ത ആവശ്യമില്ലാത്തിടന്ന് പിടിച്ചു വലിച്ചു കൊണ്ടുവന്നു മാറാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി ഈ ചിന്തയെ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് കൊണ്ട് ഫിക്സ് ചെയ്യണം. അതെവിടെയാണ്? അതിനാദ്യം ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഏറ്റവും സന്തോഷമുള്ളത് എന്താണ്? സന്തോഷമുള്ളതെന്ന് പറയുമ്പോൾ പലരും പറയും, എനിക്ക് സിനിമയ്ക്ക് പോകാനാണ്, കള്ളു കുടിക്കാനാണ്, കിടന്നുറങ്ങാനാണ്. ആ സന്തോഷത്തെക്കുറിച്ചല്ല ഞാൻ ചോദിക്കുന്നത്. ഒന്നുകിൽ നിങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത നിലവാരത്തോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ ജീവിത നിലവാരം ഉയർത്തുന്ന, നിങ്ങൾക്കും മറ്റുള്ളവർക്കും സന്തോഷം കിട്ടുന്ന എന്ത് കാര്യമാണ് നിങ്ങൾക്ക് ചെയ്യാൻ ഏറ്റവും ഇഷ്ടം? അതൊന്ന് കണ്ടെത്താൻ ശ്രമിക്കണം. അതൊരു പക്ഷേ പാട്ട് പാടുന്നതാകാം, എഴുതുന്നതാകാം, അല്ലെങ്കിൽ കണക്ക് കൊണ്ടുള്ള കളികളാകാം, അക്കൗണ്ട്സ് ആകാം, നിങ്ങൾക്ക് ഏത് ജോലിയാണ്, അല്ലെങ്കിൽ പെറ്റ് വളർത്തലാകാം. എന്താണെങ്കിലും നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്ന, ജീവിതത്തിന് മൂല്യം വർദ്ധിപ്പിക്കുന്ന, മറ്റുള്ളവരുടെ ജീവിതത്തിലും കൂടെ സന്തോഷം തരുന്ന ലീഗലായിട്ടുള്ള എന്ത് കാര്യമാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത്? അതാദ്യം കണ്ടെത്തുക. എന്ന് ചിലപ്പോൾ ഒരാഴ്ച എടുക്കേണ്ടി വരും, 2 ആഴ്ച എടുക്കേണ്ടി വരും, കുറച്ച് ശാന്തമായിട്ട് ഇരിക്കേണ്ടി വരും. ഇരുന്നതിന് ശേഷം, കണ്ടെത്തിയതിന് ശേഷം നിങ്ങൾ അതിൽ ഒരു ഗോൾ സെറ്റ് ചെയ്യണം. കാരണം നിങ്ങൾക്ക് സന്തോഷം തരുന്ന, ചെയ്താൽ മടുക്കാത്ത ഒരു ഗോളായിരിക്കണം, അതുമായി ബന്ധപ്പെട്ടൊരു ഗോളായിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത്. എന്നെ സംബന്ധിച്ചിടത്തോളം അത് ആളുകളെ വിജയിക്കാൻ ചിന്തിപ്പിക്കുക, പ്രേരിപ്പിക്കുക എന്നതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കഴിവ്. എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കഴിവ്. ഞാൻ അതിൽ ഫോക്കസ് ചെയ്തു, അതിനെക്കുറിച്ച് പഠിച്ചു, അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മറ്റു കാര്യത്തെക്കുറിച്ചും മറ്റൊന്നിനെക്കുറിച്ചും എനിക്ക് ചിന്തിക്കാൻ നേരമില്ല. കാരണം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. എനിക്ക് ചെയ്തിട്ട് കിട്ടാൻ പോകുന്നതും എനിക്ക് സന്തോഷമുള്ള റിസൾട്ടാണ്. മറ്റാരുടെയും സന്തോഷത്തിന് വേണ്ടിയിട്ടല്ല ഞാൻ എൻ്റെ ലൈഫിൽ ഗോൾ സെറ്റ് ചെയ്യുന്നത്. എൻ്റെ സന്തോഷമാണ്. അത് മറ്റൊരാളുടെ ജീവിതത്തിൽ വാല്യൂ കൂട്ടുന്നു, മറ്റൊരാളുടെ ജീവിതത്തിൽ കൂടുതൽ സന്തോഷം ഉണ്ടാക്കുന്നു, ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ വിജയിക്കാൻ സഹായിക്കുന്നു. ഈ രീതിയിലുള്ള ഗോൾ സെറ്റ് ചെയ്യാം. ഇനി 4ാമത്തെ കാര്യം, നിങ്ങൾ നേടിയെടുത്ത ഗോളിനെ കുറിച്ച് ബോധപൂർവം ചിന്തിക്കുക. നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ മൈൻഡ് ഒരിക്കലും തന്നെ ബോധമില്ലാതെ ചിന്തിക്കാൻ സഹായിക്കില്ല. കഴിഞ്ഞ ഓർമ്മകളിലേക്കും ചിന്തകളിലേക്കും തന്നെ പിന്നെയും നിങ്ങളെ വലിച്ചുകൊണ്ട് പോകും. സമ്മതിക്കരുത്. ഡെയിലി രാവിലെ ഒരു 10 മിനിറ്റ്, ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ്, രാത്രി ഒരു 10 മിനിറ്റ് നിങ്ങൾ സെറ്റ് ചെയ്ത ഗോൾ നിങ്ങൾ അച്ചീവ് ചെയ്യുന്നതായിട്ടും, നിങ്ങൾ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടും ബോധപൂർവം കണ്ണടച്ചിരുന്നിട്ട് വിഷ്വലൈസ് ചെയ്യണം. ആദ്യത്തെ ഒരു 60 ദിവസം തുടർച്ചയായിട്ട് മുടങ്ങാതെ ചെയ്തു പോകും. ലാസ്റ്റ് പോയിന്റ്, റിലാക്സ്. പറ്റുമെങ്കിൽ കണ്ണടച്ചിരുന്നിട്ട് ശ്വാസോച്ഛ്വാസം നിയന്ത്രിച്ചു കൊണ്ടുള്ള മെഡിറ്റേഷൻ എക്സസൈസുകൾ ചെയ്യുക. ദിവസം ഒരു സമയമെങ്കിലും നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യണം. മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ അമിതമായിട്ടുള്ള ചിന്തകൾ നിയന്ത്രിക്കപ്പെടുകയും ബ്രെയിൻ ഫ്രീക്വൻസി വളരെ ശാന്തമാകുകയും നമ്മൾ ആഗ്രഹിക്കുന്ന എന്ത് കാര്യത്തിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാനും പറ്റും. സോ ഈ പറഞ്ഞ സ്റ്റെപ്പുകളിലൂടെ നിങ്ങൾ കടന്നു പോകാൻ റെഡിയാണെങ്കിൽ, വില്ലിംഗ് ആണെങ്കിൽ,
അമിത ചിന്ത എന്ന് പറയുന്നത് ഇനിയൊരു പ്രശ്നമേ അല്ല. ജീവിതത്തിലും ബിസിനസ്സിലും വലിയ വിജയങ്ങൾ സ്വന്തമാക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിന് സഹായകരമാകുന്ന ധാരാളം ട്രെയിനിങ് പ്രോഗ്രാമുകൾ ഞങ്ങൾ നടത്തുന്നുണ്ട്. പ്രത്യേകിച്ചും ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് ഇൻറ്റൻസീവായി റിസർച്ച് ചെയ്തുകൊണ്ടുള്ള ലോ ഓഫ് അട്രാക്ഷൻ ഓൺലൈൻ കോഴ്സുകൾ, 2 രീതിയിലുള്ള കോഴ്സുകളും നടത്തുന്നുണ്ട്. ഓൺലൈനായിട്ട് കസ്റ്റമൈസ് ചെയ്തുള്ള കോഴ്സ് നടത്തുന്നുണ്ട്, ലൈവായിട്ട് ഇൻറ്ററാക്ട് ചെയ്തുകൊണ്ട് തന്നെയുള്ള ഓൺലൈൻ ലോ ഓഫ് അട്രാക്ഷൻ എലൈറ്റ് ട്രെയിനിങ് ആയിട്ടുള്ള മാനിഫെസ്റ്റേഷൻ വർക്ക്ഷോപ്പ് 21 ദിവസം നീണ്ടു നിൽക്കുന്ന കോഴ്സുകൾ, പിന്നെ ധാരാളം ബിസിനസ് ട്രെയിനിങ്ങുകൾ, നിങ്ങളുടെ ബിസിനസ്സിനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാനുള്ള ബിസിനസ് ആക്സലറേഷൻ ട്രെയിനിങ്, സെയിൽസ് ട്രെയിനിങ്, സ്റ്റാഫിൻ്റെ സെയിൽസ് കോമ്പറ്റൻസി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള സെയിൽസ് ട്രെയിനിങ്, ബിസിനസ്സിനെ എങ്ങനെ ഒരു ഓട്ടോ പൈലറ്റ് മോഡിലേക്ക് മാറ്റാൻ വേണ്ടി പഠിപ്പിക്കുന്ന ട്രെയിനിങ് അടക്കമുള്ള ധാരാളം ട്രെയിനിങ്ങുകൾ ഞങ്ങൾ നടത്തുന്നുണ്ട്. ഇതിൽ ഏതെങ്കിലും ട്രെയിനിങ് പ്രോഗ്രാമിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാം, കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങളുടെ എക്സിക്യൂട്ടീവ് നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. ഒരിക്കൽ കൂടി ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. അതിനു മുൻപ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേ പറ്റൂ. താങ്ക്